ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് മൊഡ്യൂളിലെ റിവറ്റഡ് ജോയിൻസിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലംസ് നോക്കുന്നതിന് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് റിവറ്റഡ് ജോയിൻസുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇതിൽ AM&SMൻ്റെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ പ്രോബ്ലംസ് നോക്കുക. എന്നാലേ നമുക്കിത് പെട്ടെന്ന് ഈ പറയുന്ന പ്രോബ്ലംസ് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ഒരു ചെറിയ പ്രോബ്ലമാണ്, നോക്കാം. എ ഡബിൾ റിവറ്റഡ് ഡബിൾ കവർ ബഡ് ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് 2 plates ഓഫ് 10 mm തിക്ക്. ഡബിൾ റിവറ്റഡ് ആണ്, ഡബിൾ കവറാണ്, ബഡ് ജോയിൻ്റ് ആണ്. ബഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റിൻ്റെ എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുന്നതാണ്. അതിന് മേലെയും താഴെയും കവർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഡബിൾ റിവറ്റഡ് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഓരോ പ്ലേറ്റിലും ഓരോ റോ വീതം റിവറ്റ് ഉണ്ടായിരിക്കും. ഓരോ റോ അല്ല, സോറി, ഇവിടെ ഡബിൾ റിവറ്റഡ് ആണ്. അപ്പോൾ 2 റോ വീതം ഉണ്ടായിരിക്കും. അപ്പോൾ 10 mm തിക്നെസ് ആണ് പ്ലേറ്റ് എന്നും പറഞ്ഞു. ഡയമീറ്റർ ഓഫ് റിവറ്റ് യൂസർ ഈസ് 18 mm. റിവറ്റിൻ്റെ ഡയമീറ്റർ 18 mm ആണ്. കാൽക്കുലേറ്റ് ദ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ദ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസർ ഇൻ ദ റിവറ്റ് സെക്ഷൻ ഇഫ് ദ പ്ലേറ്റ് ക്യാരി എ ലോഡ് ഓഫ് 100 kN per pitch length. അതായത് ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ലോഡ് തന്നിട്ടുണ്ട്. പിന്നെ റിവറ്റിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഏത് ജോയിൻ്റാണ്, പ്ലേറ്റിൻ്റെ തിക്നെസ് എന്താണ്, ജോയിൻറ്റ് ഏത് ടൈപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങളുണ്ട്. ഷിയർ സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷിയർ ലോഡ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്ന PS എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അവിടെയാണ് σS, ഇവിടെ കാണിച്ചിരിക്കുന്ന σS ആണ് അവിടുത്തെ ഷിയർ സ്ട്രെസ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷിയർ സ്ട്രെങ്ത് PS അല്ലെങ്കിൽ ഷിയറിംഗ് ലോഡ് എന്ന് പറയാം. ആ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 സ്ട്രെങ്ത് ഇക്വേഷനാണ് റിവറ്റഡ് ജോയിൻസിലുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PS, PB, PT, ഷിയറിംഗ് സ്ട്രെങ്ത്, ബെയറിംഗ് സ്ട്രെങ്ത്, ടിയറിംഗ് സ്ട്രെങ്ത് അല്ലേ? ഈ 3 എണ്ണമാണുള്ളത്. ഈ 3 എണ്ണം കാൽക്കുലേറ്റ് ചെയ്യും ആണ് നമ്മൾ റിവറ്റഡ് ജോയിൻസിൽ പ്രത്യേകം ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ അല്ലെങ്കിൽ എഫിഷ്യൻസിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ നമ്മളോട് ഷിയർ സ്ട്രെസ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ PS എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചു. ആ PS എത്രയാണ് തന്നിട്ടുണ്ട്, അതുപോലെ ബാക്കി ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന ഡാറ്റാസ് എടുത്തെഴുതലാണ് ആദ്യം സാധാരണ പോലെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഗിവൺ ദാറ്റ് ഡബിൾ റിവറ്റഡ് ആൻഡ് ഡബിൾ കവർ സോ N = 2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് PSൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയപ്പോൾ 2 × π/4 d² σS × N അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിലൊരു N വരുന്നുണ്ട്. ആ N എന്ന് പറഞ്ഞാൽ സ്മോൾ n = നമ്പർ ഓഫ് റിവറ്റ്സ് ആണ്. നമ്പർ ഓഫ് റിവറ്റ്സ്, അതായത് പ്രോബ്ലം അല്ലെങ്കിൽ ജോയിൻ്റ് സിംഗിൾ റിവറ്റഡ് ആണെങ്കിൽ N = 1 ആണ്. ഡബിൾ റിവറ്റഡ് ആണെങ്കിൽ N = 2 ആണ്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഡബിൾ റിവറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, N = 2 എന്ന് എഴുതിയത്. ഇനി അടുത്ത തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് 10 mm. നമുക്കിവിടെ തന്നിട്ടുള്ളതാണ് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് 10 mm. അടുത്ത് ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ആണ് തന്നിരിക്കുന്നത്. 18 mm എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു. അത് നമ്മൾ എടുത്തെഴുതി, ഗിവൺ ഡാറ്റാസിൽ എടുത്തെഴുതി. ഇനി ലോഡ്, ഷിയർ സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്ന ലോഡ് എന്തായിട്ട് കണക്കാക്കി, PS, അതായത് ഷിയറിംഗ് ലോഡ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെങ്ത് ആയിട്ട് അത് കണക്കാക്കി. 100 kN തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെഴുതി, ഇവിടേക്ക് PS = 100 kN എന്ന് എഴുതി. അതിനെ ന്യൂട്ടണിലേക്ക് മാറ്റണം പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 100 × 10³ ന്യൂട്ടൺ. ആ കിലോ എന്ന് മാറ്റാനായിട്ട് നമ്മൾ 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മൾ പ്രധാന ഇക്വേഷൻ എഴുതുന്നത്. ഷിയറിംഗ് സ്ട്രെസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, PS = 2 × π/4 d² σS × N. നമുക്ക് N അറിയാം, σS അറിയില്ല, അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. D അറിയാം, പിന്നെ π/4 ഒക്കെ അറിയാം. ഇവിടെ ഒരു 2 വരാൻ കാരണം എന്താണ്, 2 ഇൻറ്റു ചെയ്യാൻ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഡബിൾ കവറാണ്. അതായത് ഡബിൾ കവർ ബഡ് ജോയിൻറ്റിലെ ഡബിൾ ഷിയർ ആണ് സംഭവിക്കുന്നത്. ഡബിൾ ഷിയർ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഷിയറിംഗ് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷനിൽ
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടുത്തെ ഈ 2ൻ്റെ കേസാണ് പറയുന്നത്. 2 ഇൻറ്റു എന്ന് പറയാൻ കാരണം എന്താണ്, ഡബിൾ കവർ ആയതുകൊണ്ടാണ്. ഡബിൾ കവർ ബട്ട് ജോയിൻ്റ് ആകുമ്പോൾ അവിടെ ഡബിൾ ഷിയർ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് കഴിഞ്ഞ വീഡിയോ നോക്കുക, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇക്വേഷൻ എഴുതിയത്. ഇനി നമ്മൾ ചെയ്യുന്നത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പി എസ് നമുക്കറിയാം, പിന്നെ സ്മോൾ ഡി അറിയാം, സ്മോൾ എൻ അറിയാം. അപ്പോൾ സിഗ്മ എസ് അറിയില്ല അല്ലേ, സിഗ്മ എസ് അറിയില്ല. സിഗ്മ എസ് മാത്രമാണ് ഇവിടെ അറിയാത്തത്, ബാക്കി എല്ലാ വാല്യൂസും ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അവിടെ നിർത്തി ബാക്കിയെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി സിഗ്മ എസ് എന്ത് കിട്ടി, ഏറ്റവും താഴെ അതിൻ്റെ ആൻസർ ഉണ്ട്. സിഗ്മ എസ് ഈക്വൽ ടു എന്താണ്, 98.24 ന്യൂട്ടൺ പെർ mm². അത്രയുമാണ് അവിടുത്തെ ഷിയറിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായൊരു പ്രോബ്ലമാണ്. എല്ലാ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സിഗ്മ എസ് അറിയില്ല, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ എസ് അല്ലെങ്കിൽ ഷിയറിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം കുറച്ചും കൂടെ വലിയൊരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് എ ഡബിൾ റിവെറ്റഡ് ലാപ്പ് ജോയിൻറ്റ്. അതായത് ഇവിടെ എഫിഷ്യൻസിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. റിവെറ്റഡ് ജോയിൻ്റ് എഫിഷ്യൻസി, ഡബിൾ റിവെറ്റഡ് ലാപ്പ് ജോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡബിൾ റിവെറ്റഡ് ആണ്, ശ്രദ്ധിക്കുക. ലാപ്പ് ജോയിൻ്റ് ആണ്, അതും ശ്രദ്ധിക്കുക. ഫോർ 8 mm തിക്ക് പ്ലേറ്റ്, അതായത് സ്മോൾ ടി ഈക്വൽ ടു 8 mm ആണ്. 16 mm ഡയമീറ്റർ, അതായത് സ്മോൾ ഡി ഈക്വൽ ടു 16 ഡയമീറ്റർ. റിവെറ്റ്സ് അറ്റ് എ പിച്ച് ഓഫ് 75 mm. പി ഈക്വൽ ടു സ്മോൾ പി ഈക്വൽ ടു 75 mm പിച്ച് തന്നിട്ടുണ്ട്. ഗിവൺ ദാറ്റ് സിഗ്മ ടി ഈക്വൽ ടു 150 ന്യൂട്ടൺ പെർ mm², സിഗ്മ ബി ഈക്വൽ ടു 300 ന്യൂട്ടൺ പെർ mm², സിഗ്മ എസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ പെർ mm². അതായത് ടെൻസൈൽ സ്ട്രെസ്, ബെയറിംഗ് സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ്, 3 സ്ട്രെസ്സും തന്നിട്ടുണ്ട്. അത് 3 തരാൻ കാരണം എന്താണ്, കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ എഫിഷ്യൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എഫിഷ്യൻസി കാണണമെങ്കിൽ നമ്മൾ 3 കാണണം. 3 സ്ട്രെങ്ത്ത് കണ്ടുപിടിച്ച് അതെന്ന് നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റുള്ള ഇക്വേഷൻ എഴുതാണ് ചെയ്യുന്നത് അല്ലേ. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് ഇക്വേഷൻ. ലീസ്റ്റ് ഓഫ് പി എസ് പി ബി പി ടി ഡിവൈഡ് ബൈ സിഗ്മ ടി പി ടി. അതായത് റിവെറ്റഡ് ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് ഡിവൈഡ് ബൈ സോളിഡ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എഫിഷ്യൻസി ഓഫ് എ റിവെറ്റഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ റിവെറ്റഡ് ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത്തിൻ്റെയും റേഷ്യോ, അതുപോലെ സ്ട്രെങ്ത്ത് ഓഫ് സോളിഡ് പ്ലേറ്റ്, അതായത് റിവെറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്ലേറ്റിനുണ്ടാകുന്ന സ്ട്രെങ്ത്ത്, ഈ 2 കാര്യങ്ങളുടെ റേഷ്യോനാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സ്ട്രെങ്ത്ത് ഓഫ് ദ റിവെറ്റഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പി എസ് പി ബി പി ടി, ഷിയറിംഗ് സ്ട്രെങ്ത്ത്, ബെയറിംഗ് സ്ട്രെങ്ത്ത്, ടിയറിംഗ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്ന 3 സ്ട്രെങ്ത്ത് ഉണ്ട് റിവെറ്റഡ് ജോയിൻറ്റിൽ. അതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതാണ് സ്ട്രെങ്ത്ത് ഓഫ് റിവെറ്റഡ് ജോയിൻറ്റ്. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം സ്ട്രെങ്ത്ത് ഓഫ് ദ സോളിഡ് പ്ലേറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ റേഷ്യോ കണ്ടാൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്, ഡബിൾ റിവെറ്റഡ് ആണ്. അപ്പോൾ എന്തെഴുതി, n ഈക്വൽ ടു 2. തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് 8 mm തന്നിട്ടുണ്ട്. ഡയമീറ്റർ 16 mm എന്ന് തന്നിട്ടുണ്ട്. പിച്ച് സ്മോൾ പി 17 mm തന്നിട്ടുണ്ട്. പിന്നെ ഷിയറിംഗ് സ്ട്രെസ്സ്, ബെയറിംഗ് സ്ട്രെസ്സ്, ടെൻസൈൽ സ്ട്രെസ്സ് ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ 3 സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എഫിഷ്യൻസിൻ്റെ കേസിൽ നമ്മൾ 3 എണ്ണം കണ്ടുപിടിക്കണം, അത് ആവശ്യമുണ്ട്. അപ്പോൾ ഷിയറിംഗ് സ്ട്രെങ്ത്ത് എന്താണ്, പി എസ് ആണ്. ഇവിടെ നിന്നാണ് പ്രോബ്ലം തുടങ്ങുന്നത്. ഇതുവരെയെല്ലാം നമുക്ക് ഗിവൺ ഡാറ്റാസാണ്. അതിൻ്റെ താഴേക്കാണ് നമ്മൾ സൊല്യൂഷൻ തുടങ്ങുന്നത്. ഫസ്റ്റ് വൺ, ഷിയറിംഗ് സ്ട്രെസ് പി എസ് ഈക്വൽ ടു π/4 d² സിഗ്മ എസ് ഇൻറ്റു എൻ. ഇവിടെ π/4 d² സിഗ്മ എസ് ഇൻറ്റു എൻ എന്ന് പറയാൻ സിംഗിൾ ഷിയർ ആണ്, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. π/4 d² ആണ്, ഡി അറിയാം, സിഗ്മ എസ് അറിയാം, എൻ അറിയാം. ഡബിൾ ഡിവൈറ്റഡ് ആയതുകൊണ്ട് 2 ആണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താണ്, ഡി 16 ആണ്, അപ്പോൾ 16² ഇൻറ്റു സിഗ്മ എസ് 100 ആണ്, ഇൻറ്റു 2 n ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 40,212.39 ന്യൂട്ടൺ എന്ന് നമുക്ക് ഷിയറിംഗ് സ്ട്രെങ്ത്ത് പി എസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ബെയറിംഗ് സ്ട്രെങ്ത്ത് ആണ് പി ബി.
പി ബിയുടെ ഇക്വേഷൻ സിഗ്മ ബി ഇൻറ്റു ടി ഇൻറ്റു ഡി ഇൻറ്റു എൻ ആണ്. സിഗ്മ ബി എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 300 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടി എന്ന് പറഞ്ഞാൽ തിക്നെസ്സാണ്, തിക്നെസ് 8 mm എന്ന് പറഞ്ഞിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ആണ്, 16 mm എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൻ ഈക്വൽ ടു 2 ആണ്, ഡബിൾ റിവേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി, 76,800 ന്യൂട്ടൺ, അതും കിട്ടി അല്ലേ. ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തത് ടെൻസൈൽ സ്ട്രെങ്ത് പി ടി, സിഗ്മ ടി ഇൻറ്റു പി മൈനസ് ഡി ഇൻറ്റു ടി ആണ്. സിഗ്മ ടി 150 ആണെന്ന് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിച്ച് 75 ആണ് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഡി ഡയമീറ്റർ 16 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ടി തിക്നെസ് 8. നമുക്ക് എന്ത് ചെയ്തു, 70,800 ന്യൂട്ടൺ എന്ന് ടിയറിംഗ് സ്ട്രെങ്ത് കിട്ടി. അപ്പോൾ ഷിയറിംഗ് സ്ട്രെങ്ത് പി എസ്, ബിയറിംഗ് സ്ട്രെങ്ത് പി ബി, ടിയറിംഗ് സ്ട്രെങ്ത് പി ടി, പി എസ് പി ബി പി ടി മൂന്നും കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ therefore strength of the riveted joint equal to least of PS PB PT. മൂന്നും കണ്ടെത്തിയതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് എടുക്കുന്നത്. അതിൽ ഏതാണ്, 40,212.39. അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, സ്ട്രെങ്ത് ഓഫ് ദ റിവറ്റഡ് ജോയിൻ്റ് ആയിട്ട് എടുത്തത്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കാണുന്നത് സ്ട്രെങ്ത് ഓഫ് ദി സോളിഡ് പ്ലേറ്റ് ആണ്. പി ഈക്വൽ ടു സിഗ്മ ടി ഇൻറ്റു പി ഇൻറ്റു ടി. സിഗ്മ ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെൻസൈലാണ്, 150 തന്നിട്ടുണ്ട്. പിച്ച് 75, ടി തിക്നെസ് 8. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 90,000 ന്യൂട്ടൺ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ therefore എഫിഷ്യൻസി ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ റിവറ്റഡ് ജോയിൻറ്റ്. സ്ട്രെങ്ത് ഓഫ് ദ റിവറ്റഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ഈ ലീസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ദ സോളിഡ് പ്ലേറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് രണ്ടും നമ്മൾ നേരത്തെ തൊട്ട് മേലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 44.68% ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് എഫിഷ്യൻസി കാണുന്നത്. ഓക്കെ.